നേരത്തെ പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തിരുന്നുവല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചറിയാൻ ശ്രമിച്ചിരിക്കുന്നത്? അപ്പോൾ ലോൺ ആപ്പിന്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫ് റൂമിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നോ എന്ന കാര്യമാണോ? മറ്റ് നേരത്തെ അധ്യാപകനെതിരെ നേരത്തെ തന്നെ കുട്ടികൾ പരാതിയൊക്കെ നൽകിയിരുന്നു. ആ കാര്യത്തിലൊക്കെ പ്രിൻസിപ്പൽ എന്താണ് പറയുന്നത്? മാത്രവുമല്ല, അന്വേഷണ സംഘം എന്തൊക്കെയാണ് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞിരിക്കുന്നത്? ഇന്നലെയാണ് പ്രിൻസിപ്പലിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരിക്കുന്നത്. പ്രധാനമായും പോലീസ് ചോദിച്ചറിഞ്ഞിരിക്കുന്ന കാര്യം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഈ നിതിൻ രാജ് ജീവനെടുക്കുന്നതിന് തൊട്ട് മുൻപ് നടക്കുന്ന സംഭവം അതാണ്. ആ സംഭവങ്ങളുടെ ഒരു അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അത് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളാണ് കൂടുതലായി ചോദിച്ചറിഞ്ഞത്. അക്കാര്യങ്ങൾ ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോഴും കൃത്യമായി അദ്ദേഹം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപിക ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വരുന്നു എന്ന കാര്യം പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു. പിന്നീട് നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വരുത്തുന്നു. നിതിൻ രാജും ഈ ലത എന്ന് പറയുന്ന ടീച്ചറും പ്രിൻസിപ്പലും അനാട്ടമി വിഭാഗത്തിലെ മറ്റൊരു അധ്യാപികയുമാണ് അന്ന് ആ സമയത്ത് ആ റൂമിലുണ്ടായിരുന്നത്. അവിടെ വെച്ച് നിതിൻ രാജിനോട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ നിതിൻ രാജ് പറഞ്ഞത് ഞാൻ ഈ ലത എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പർ റെഫറൻസ് നമ്പറായി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ പകരം ഞാൻ നൽകിയത് അമ്മയുടെയും അച്ഛന്റെയും സഹോദരിയുടെയും നമ്പറാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ നമ്പറാണ് നൽകിയത് എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ടീച്ചർ ഈ തെളിവുകളൊക്കെ കാണിച്ച സമയത്ത് അത് സമ്മതിച്ചു എന്നതാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ കോളേജിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തുകയാണ്. ഹോസ്റ്റലിൽ ഉൾപ്പെടെ പോലീസ് എത്തി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കം നടത്തുന്നു. ഒപ്പം വിദ്യാർത്ഥികളോടും സംസാരിച്ച മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ശരി.